ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 കൊണ്ടുള്ള ഹരണമാണ് ചെയ്തു പഠിച്ചത്. 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും ഉള്ള ഹരണം ഇന്ന് നമുക്ക് ചെയ്തു പഠിക്കണം. 3 കൊണ്ടുള്ള ഹരണം നോക്കാം. നൂറ്റി 83 ഹരണം 3. 183 ഹരണം 3. 3 ഒന്നിൽ പോവുകയില്ല. അപ്പോൾ 18-ൽ എത്ര 3 ഉണ്ട് നോക്കണം. 18-ൽ എത്ര 3 ഉണ്ട് നോക്കാൻ 3ന്റെ പട്ടിക ചൊല്ലി നോക്കുക. 6 3 18. 6 പ്രാവശ്യം 3 ഉണ്ട്. 6 3 18. 18-ൽ നിന്ന് 18 കുറച്ചാൽ 0 അതുകൊണ്ട് എഴുതണ്ട. 3നെ താത്തി എഴുതുക. 3-ൽ 3 ഒരു പ്രാവശ്യം. 1 3 3. 3-ൽ നിന്ന് 3 കുറച്ചാൽ 0. ഇറക്കി എഴുതാൻ ഇല്ലാത്തത് കൊണ്ട് 0 എഴുതുക. അപ്പോൾ 183 ഹരണം 3. ഹരണഫലം 61. ശിഷ്ടം ഇല്ല. ഇപ്പോൾ 2 കൊണ്ട് ഹരിക്കുന്നത് പോലെ തന്നെ 3ന്റെ പട്ടിക ഓർക്കണമെന്ന് മാത്രം. 183 ഹരണം 3 സമം 61. ഹരണഫലം 61. ഏഴായിരത്തി 263 ഹരണം 3. 7263 ഹരണം 3. 7-ൽ 3 എത്ര പ്രാവശ്യമുണ്ട് നോക്കുക. 1 3 3 2 3 6. 7-ൽ 3 2 പ്രാവശ്യമുണ്ട്. 2 3 6. 7-ൽ നിന്നും 6 കുറച്ചാൽ 1. 2നെ താത്തി എഴുതുക. അപ്പോൾ 12 കിട്ടും. 12-ൽ 3 എത്ര പ്രാവശ്യമുണ്ട്? 3ന്റെ പട്ടിക ചൊല്ലി നോക്കുക. 4 3 12. 12-ൽ നിന്ന് 12 കുറച്ചാൽ 0 ആയതുകൊണ്ട് എഴുതണ്ട. അടുത്ത സംഖ്യ താത്തി എഴുതാം. 6-ൽ 3 2 പ്രാവശ്യം. 2 3 6. 6-ൽ നിന്ന് 6 കുറച്ചാൽ 0 ആയതുകൊണ്ട് എഴുതണ്ട. 3നെ ഇറക്കി എഴുതാം. 3-ൽ 3 ഒരു പ്രാവശ്യം. 1 3 3. 3-ൽ 3 കുറച്ചാൽ 0. അടുത്ത സംഖ്യ ഇറക്കി എഴുതാൻ ഇല്ലാത്തത് കൊണ്ട് 0 എഴുതണം. അപ്പോൾ 7263 ഹരണം 3 സമം 2421. ഹരണഫലം 2421. ഓക്കെ, ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആയിരത്തി 206 ഹരണം 3. 1206 ഹരണം 3. 3 ഒന്നിൽ പോവില്ല. അതുകൊണ്ട് 12-ൽ നോക്കണം. 12-ൽ 3 4 പ്രാവശ്യം. 4 3 12. 12-ൽ നിന്ന് 12 കുറച്ചാൽ 0 കുറയ്ക്കേണ്ട. 0 താത്തി എഴുതുക. ഇവിടെ 0 ഇല്ലാത്തപ്പോൾ 0 താഴ്ത്തി എഴുതിയാൽ 0 മുകളിൽ എഴുതണം. 0 മുകളിൽ എഴുതി കഴിഞ്ഞാൽ 6 ഇറക്കി എഴുതാം. 6-ൽ 3 2 പ്രാവശ്യം. 2 3 6. 6-ൽ നിന്ന് 6 കുറച്ചാൽ 0. ഇവിടെ ഇറക്കി എഴുതാൻ ഇല്ലാത്തത് കൊണ്ട് 0 എഴുതണം. 402 ഹരണഫലം. 402. ഇവിടെ 0 ഇറക്കി എഴുതി. 0-നെ ഇറക്കി എഴുതിയിട്ട് 3 പോവില്ലെങ്കിൽ ഇവിടെ 0 എഴുതണം. എന്നിട്ട് അടുത്ത സംഖ്യ എഴുതാം. ഓക്കെ, 2 കൊണ്ടുള്ള ഹരണം പഠിച്ചവർക്ക് 3 കൊണ്ടുള്ള ഹരണം ഒരു ബുദ്ധിമുട്ടില്ല. പട്ടിക ഓർക്കണമെന്ന് മാത്രം. ഇനി നമുക്ക് 4ന്റെ കാര്യത്തിലേക്ക് പോകാം.
820 ഹരണം 4. 820 ഹരണം 4. 8ൽ 4 2 പ്രാവശ്യം 2 4 8. 8ൽ നിന്ന് 8 കുറച്ചാൽ 0 അതുകൊണ്ട് എഴുതണ്ട. 2നെ ഇറക്കി എഴുതാം. 2ൽ 4 പോവില്ല, അതുകൊണ്ട് 0 നിർബന്ധമായും എഴുതണം. 0 എഴുതിയതിന് ശേഷം ഈ 0 ഇറക്കി എഴുതാം. ഇറക്കി എഴുതിയ സംഖ്യയിൽ പോകുന്നില്ല എങ്കിൽ 0 എഴുതിയതിന് ശേഷം അടുത്ത സംഖ്യയെ കൂടി ഇറക്കാം. 20ൽ 4 5 പ്രാവശ്യം 5 4 20. 20ൽ നിന്ന് 20 കുറച്ചാൽ 0, ഇറക്കി എഴുതാനില്ലാത്തത് കൊണ്ട് 0 എഴുതണം. 820 ഹരണം 4 സമം 205. ഓക്കെ. മുന്നൂറ്റി 28 ഹരണം 4. 328 ഹരണം 4. 3ൽ 4 പോവില്ല, അതുകൊണ്ട് 32 നോക്കണം. 4ന്റെ പട്ടിക ചൊല്ലി നോക്കുക. 8 4 32. 32 32 കുറച്ചാൽ 0, അതുകൊണ്ട് കുറയ്ക്കേണ്ട. 8 ഇറക്കി എഴുതുക. 8ൽ 4 2 പ്രാവശ്യം 2 4 8. 8ൽ നിന്ന് 8 കുറച്ചാൽ 0, താത്തി എഴുതാനില്ലാത്തത് കൊണ്ട് 0 എഴുതണം. 328 ഹരണം 4 സമം 82 ഹരണഫലം. സിസ്റ്റം ഇല്ല, സിസ്റ്റം 0. ആയിരത്തി 640 ഹരണം 4. 1ൽ 4 പോവില്ല, അതുകൊണ്ട് 16ൽ നോക്കണം. 16ൽ 4 4 പ്രാവശ്യം 4 4 16. 16ൽ 16 വെച്ചാൽ 0, അതുകൊണ്ട് എഴുതണ്ട. 4 ഇറക്കി എഴുതണം. 4ൽ 4 ഒരു പ്രാവശ്യം 1 4 4. 4ൽ 4 കുറച്ചാൽ 0, എഴുതണ്ട. 0നെ ഇറക്കി എഴുതണം. 0ൽ 4 പോവില്ല, അതുകൊണ്ട് 0 എഴുതണം. ഇറക്കി എഴുതുന്ന സംഖ്യയിൽ പോകുന്നില്ലെങ്കിൽ ഉടൻ 0 എഴുതണം. ഓക്കെ. ഉത്തരം 410. ഹരണഫലം 410, ശിഷ്ടം 20. ഇപ്പോൾ 2 കൊണ്ട് ഹരിക്കുന്നത് പോലെ തന്നെയാണ് 3 കൊണ്ട് ഹരിക്കുന്നത്. 3 കൊണ്ട് ഹരിക്കുന്നത് പോലെ തന്നെയാണ് 4 കൊണ്ട് ഹരിക്കുന്നത്. പട്ടിക പഠിക്കണം എന്ന് മാത്രം. ഇനി നമുക്ക് 5ന്റെ കാര്യം നോക്കാം. മുന്നൂറ്റി 25 ഹരണം 5. 5 3ൽ പോവില്ല, അതുകൊണ്ട് 32ൽ നോക്കണം. 5ന്റെ പട്ടികത്തിൽ നോക്കുക. 5 25 6 5 30. 32ൽ 5 6 പ്രാവശ്യം പോകും. 6 5 30. 7 5 ആകുമ്പോൾ 35 ആവും, പോവില്ല. 32-നകത്ത് 5 6 പ്രാവശ്യമുണ്ട്. 32ൽ നിന്ന് 30 കുറച്ചാൽ 2, 5 താഴ്ത്തി എഴുതുക. 25ൽ 5 5 പ്രാവശ്യം. 5 5 25. 25ൽ നിന്ന് 25 കുറച്ചാൽ 0, ഇവിടെ ഇറക്കി എഴുതാനില്ലാത്തത് കൊണ്ട് 0 എഴുതണം. ഉത്തരം 65. 325നെ 5 കൊണ്ട് ഹരിച്ചാൽ 65 കിട്ടും.
115 ഹരിക്കണം 5. 5 ഒന്നിൽ പോയില്ല, അതുകൊണ്ട് 11 നോക്കണം. 11 5 2 പ്രാവശ്യം, 5 10. 11 10 കുറയ്ക്കുക 1, 5 ഇറക്കി എഴുതുക. 15 5 3 പ്രാവശ്യം, 3 5 15. 15 15 കുറച്ചാൽ 0, ഇറക്കി എഴുതാനില്ലാത്തത് കൊണ്ട് 0 എഴുതണം. ഹരണഫലം 23. ഉത്തരം ഹരണഫലം 23. ശിഷ്ടം കിട്ടിയത് 0 എന്ന് പറയാൻ ശിഷ്ടം ഇല്ല. എഴുന്നൂറ്റി 45 ഹരണം 5. 745 ഹരണം 5. 7-ൽ എത്ര 5 ഉണ്ട് നോക്കുക. 1 5. ഈ 5 10, അത് 7-നേക്കാൾ മുകളിലാണ്. 7-ൽ 5 കുറച്ചാൽ 2, 4 ഇറക്കി എഴുതുക. 24-ൽ 5 4 പ്രാവശ്യം, 4 5 20. 24-ൽ 20 കുറച്ചാൽ 4, 5 ഇറക്കി എഴുതുക. 45-ൽ 5 9 പ്രാവശ്യം, 9 5 45. 45-ൽ 45 കുറച്ചാൽ 0, ഇറക്കാനില്ലാത്തത് കൊണ്ട് 0 എഴുതണം. ഉത്തരം 149. ഓരോ കണക്കിനും 3 എണ്ണം വെച്ച് ഇപ്പോൾ ഞാൻ തരാം. വൃത്തിയായി ചെയ്ത് നാളെ എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. നാളത്തെ ക്ലാസ്സിൽ എല്ലാ ബുക്കുകളും എടുക്കണമെന്ന് ഓർക്കണം. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്. സ്കൂളിൽ ക്ലാസ് ഉണ്ടാവുകയില്ല. നിങ്ങളെല്ലാവരും എല്ലാ നോട്ടും എടുത്തുകൊണ്ട് 10 മണിക്ക് ക്ലാസ് വരണം. 4 മണി വരെയാണ് ക്ലാസ്. ഉച്ചഭക്ഷണം കൊണ്ടുവരാൻ മറക്കരുത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് സമ്മാനം കിട്ടിയ എല്ലാവർക്കും നാളെ സമ്മാനം തരും. കൂടെ നാളെയും ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടാകും എന്ന് ഓർക്കണം. എല്ലാവരോടും ഞാൻ പട്ടിക ചോദിക്കും. പട്ടിക വളരെ നന്നായി, നല്ല കുട്ടികളായി പട്ടിക നല്ലോണം പഠിച്ച് അച്ഛനെയോ അമ്മയോ കാണാതെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. ഓക്കെ, താങ്ക് യു. നാളെ 10 മണിക്ക് കാണാം. ചോദ്യം ഇപ്പോൾ തരാം, അത് ചെയ്തിട്ട് വേണം നാളെ വരാൻ. ചോദ്യം 10, 11, 12, 13, 14, 15, 16, 17, 18. 9 ചോദ്യങ്ങളുണ്ട്. 3 എണ്ണം 3 കൊണ്ടുള്ള ഹരണം, 3 എണ്ണം 4 കൊണ്ടുള്ള ഹരണം, 3 എണ്ണം 5 കൊണ്ടുള്ള ഹരണം. തെറ്റാതെ വൃത്തിയായി സ്പീഡിൽ ചെയ്ത് കൊണ്ടുവരണം. നാളെ ഞാൻ പേരൻറ്റിനെ കാണിച്ച് ശരി വാങ്ങണം. നാളെ എന്നെ കൊണ്ടുവന്ന് കാണിക്കണം എല്ലാവരും. ഹരണത്തിന് നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. പട്ടികയുടെ ടെസ്റ്റ് പേപ്പറും ഹരണത്തിൻ്റെ ടെസ്റ്റ് പേപ്പറുമാണ് നാളെ ഉണ്ടാവുക. ഹരണം ശരിയാകുന്നവർക്ക് സമ്മാനം ഉണ്ടാവും. അതുകൊണ്ട് നല്ലോണം ഹരണം നോക്കിയിട്ട് വരിക. ഓക്കെ, താങ്ക് യു.